ഹായ്, ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു വണ്ടി ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് വണ്ടി മാത്രം പോരാ, പെട്രോളിൻ്റെ കാര്യം പറയാൻ വയ്യ, പെട്രോൾ അടിച്ചാലും പോരാ. നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കുറച്ച് അത്യാവശ്യ സാധനങ്ങളുണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഒരാൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വർക്ക്ഷോപ്പ് കൊണ്ടുപോകാതെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന കാര്യമാണ് ചെയിൻ. അപ്പോൾ ചെയിൻ സ്ഥിരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അതിന് കറക്റ്റ് ലൈഫ് കിട്ടും. അത് ചെയ്യണമെങ്കിൽ കുറച്ച് ആക്സറീസും കാര്യങ്ങളും നമ്മൾ വാങ്ങേണ്ടതുണ്ട്. ഒരു 4 ടൈപ്പ് സാധനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ചിലവർക്ക് വാങ്ങാൻ കഴിയും, ചിലവർക്ക് വാങ്ങാൻ കഴിയില്ല. ഉണ്ടാക്കാൻ കഴിയുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് സ്റ്റാൻഡ്, അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും ഏത് വണ്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. തുടങ്ങല്ലേ. ഇതിന് നമുക്ക് കുറച്ച് ആംഗ്ലറിൻ്റെ പീസും പൈപ്പും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഒരു 1.25 ഇഞ്ച് 1 ഇഞ്ച് കനം കുറഞ്ഞ രീതിയിലുള്ള ആംഗ്ലർ, 2.5 ഇഞ്ച് നീളത്തിലുള്ള 4 പീസ്, അതായത് 2 പീസ് വെച്ചിട്ടും, പിന്നെ 4 ഇഞ്ച് കനമുള്ള 1.5 ഇഞ്ച് ആംഗ്ലർ, അത് 2 ഇഞ്ച് 3 ഇഞ്ച് നീളത്തിലുള്ള 2 പീസും വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ സിങ്ങാമിൻ്റെ മുകളിലേക്ക് ഫിറ്റ് ചെയ്യാൻ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന 20 mm സ്ക്വയർ റാഡാണിത്. ഇത് 2 പീസും വേണം, ഒരു 4-4.5 ഇഞ്ച് നീളത്തിൽ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ആംഗ്ലർ വെൽഡ് ചെയ്യല്ല ചെയ്യുന്നത്. അതായത് സിങ്ങാമിന് സപ്പോർട്ടായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആംഗ്ലർ നമ്മൾ ഒരു പിവറ്റ് പോലെ, അതായത് വീല് ഇതിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന രീതിയിൽ നിൽക്കാൻ വേണ്ടി നമ്മളൊരു പിവറ്റ് അവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ലെയ്ത്തുള്ളവർക്ക് ലെയ്ത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണെന്ന് വെച്ചാൽ സുഖമാണ്. ഇതിപ്പോൾ അതിനുള്ള സംവിധാനം ഇല്ലാത്ത നമ്മൾ ഗ്രൈൻഡറിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്ത് റൗണ്ട് ഷേപ്പാക്കി എടുക്കുകയാണ്. ഇതിനാണ് നമ്മൾ ആംഗ്ലർ, അതായത് 4 ഇഞ്ച് തിക്നെസ്സുള്ള ആംഗ്ലർ തുളച്ചിട്ട് ഫിറ്റ് ചെയ്യും. അതിന് ആംഗ്ലറിൽ ആദ്യം ഹോളിടുക. ഹോളിടുമ്പോൾ ഹോളിട്ടതിന് ശേഷം നമ്മൾ ആ ഹോളിൻ്റെ ഇന്നർ ഉൾഭാഗം, ആംഗ്ലറിൻ്റെ എൽ ഷേപ്പിൻ്റെ ഉൾഭാഗം അതുപോലെ കുറച്ച് കൗണ്ടർ ചെയ്യും. കൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഈ പിവട്ട് പോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് കടത്തി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഭാഗം നന്നായി അടിച്ച് പരത്തി കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ ഇളകും, ഊരിപ്പോരെയില്ല. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് പെഡോക്ക് സ്റ്റാൻഡ് സിമ്പിളായിട്ടും ഓരോരോ വണ്ടിക്ക് വേണ്ടതും കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാനായിട്ടുള്ള ഒരുപാട് ഐഡിയാസും അതിന് പറ്റിയ വീഡിയോസും യൂട്യൂബിൽ ഒരുപാടുണ്ട്. ആ രീതിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഇതിൽ 1-2 ടിപ്സ് നമ്മൾ പരീക്ഷിച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു പെഡോക്ക് സ്റ്റാൻഡ് നമുക്ക് കാലാകാലം ഉപയോഗിക്കാനുള്ള രീതിയിൽ തന്നെ നമുക്ക് നല്ലൊരു പെഡോക്ക് സ്റ്റാൻഡ് സിമ്പിളായിട്ട് ഉപയോഗിക്കാനും പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സിങ്ങാമിനുള്ള സപ്പോർട്ടായിട്ടുള്ള ആംഗ്ലറുമാർ സ്ക്വയർ റാഡും ഒക്കെ ഒന്ന് കടന്നു പോകാൻ വേണ്ടിയിട്ട് 2 ആംഗ്ലറുകൾ, ആ കനം കുറഞ്ഞ ആംഗ്ലർ നേരത്തെ പറഞ്ഞില്ലേ, അത് കൂട്ടി വെൽഡ് ചെയ്ത് ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ഹോളായിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കണം. ഇതിന് സിമ്പിളായിട്ട് ഇതേപോലത്തെ പ്രൊഫൈൽ പൈപ്പ് ഉണ്ടെങ്കിൽ, സ്ക്വയർ പൈപ്പ് ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. ഇത്ര റിസ്ക് എടുക്കാനായിരുന്നു. നമ്മളത്തെ സാധനം ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ 2 ആംഗ്ലർ പീസ് വെച്ചു എന്നുള്ളൂ, കുറച്ച് ഹെവി ആയിട്ട് മുന്നോട്ട് അയച്ചിട്ട് ഇതേപോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ നമുക്ക് 4 പട്ടയുടെ പീസ് വേണം. ഹോള് ഞാൻ ആദ്യം ഇട്ടതാണ്, അപ്പോൾ ഇത് എന്തിനാണെന്ന് കാണിച്ചു തരാം. അതേപോലെ ഒരു 9-9.5 ഇഞ്ച് ഹൈറ്റിൽ 2 പൈപ്പ് വേണം. പിന്നെ ഒരു സൈഡ് ഞാൻ അടച്ചതാണ്, മറ്റേ സൈഡ് ശ്രദ്ധിച്ചറിയാം ചെറിയൊരു ചെരിവുണ്ട്. അപ്പോൾ അതൊരു 20 ഇഞ്ചോളം നീളമുണ്ട്, അങ്ങനത്തെ 2 പൈപ്പ് വേണം. പിന്നെ ഒരു 14-15 ഇഞ്ച് നീളത്തിൽ ഒരു പൈപ്പ്. ഇത് 3 കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന ഒരു ഇതിലുണ്ടായിരുന്നത് അതുപോലെ 2 വീൽ ഒന്നിച്ച് വന്നിരുന്ന ട്രോളിയിലുണ്ടായിരുന്ന വീലാണ്. അപ്പോൾ അത് ഇപ്പോൾ ഉപയോഗിക്കലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിന് വെക്കാമെന്ന് വിചാരിച്ചാണ്. നേരത്തെ കാണിച്ച പട്ട ഇതുപോലെ വെൽഡ് ചെയ്തിട്ട് നമ്മൾ ആ വീല് വെക്കാനുള്ളതാണ്. ഈ വീലിൻ്റെ അടിയിൽ നിന്ന് ഇതിൻ്റെ ടോപ്പിലേക്കുള്ള ഹൈറ്റ് ഏകദേശം ഒരു 13 ഇഞ്ച് വരെ മതി. 13 ഇഞ്ച് വരെ ആകുമ്പോൾ തന്നെ ഒരു ഇതെല്ലാ വണ്ടിയിലും ഉപയോഗിക്കാനുള്ള ഹൈറ്റായി. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡിൽ കയറ്റാൻ ബുദ്ധിമുട്ടാകും, പിന്നെ റിസ്ക് കൂടും. കാരണം എന്ന് വെച്ചാൽ വല്ലാതെ ഹൈറ്റിൽ നിൽക്കുമ്പോൾ വണ്ടി വീഴാനുള്ള സാധ്യത കൂടും. പിന്നെ നോർമലി പാഡോക്ക് സ്റ്റാൻഡ് ഉപയോഗിക്കേണ്ട വണ്ടികളിലൊക്കെ ബാക്ക് വീൽ ഒരു 17-18 ഇഞ്ച് ഹൈറ്റ് ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിന് കണക്കാക്കി നോക്കുകയാണെന്ന് വെച്ചാൽ 13 ഇഞ്ച് മാക്സിമം ഹൈറ്റ് മതി. ഇതേപോലെ നമ്മൾ വെൽഡ് ചെയ്തിട്ട് ഈ ടോപ്പ് ഭാഗം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചെരിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ആംഗ്ലർ കൊണ്ട് ഉണ്ടാക്കി വെച്ചാൽ അതിനത്ര വീതിയുള്ളൂ. ബാക്കിയുള്ള ഭാഗം ഹോളായി കിടക്കണ്ടെന്ന് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ചെരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് നമ്മളത് വെൽഡ് ചെയ്യാൻ പോവാണ്. ആ വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി പുറത്തേക്കുന്ന ഭാഗം ചിലപ്പോൾ ബെൻഡാവാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ അവിടെ ചെറിയൊരു
പട്ടയുടെ കഷ്ണം കൂടി വെച്ച് വെൽഡ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് വെൽഡ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു പട്ടയുടെ കഷ്ണം കൂടി വെച്ച് വെൽഡ് ചെയ്യും. സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ വീല് വരുന്ന ഭാഗം നമ്മൾ ആ പട്ട ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ശ്രദ്ധിക്കണം, ഈ ഒരു ജോയിൻ ചെയ്യുമ്പോൾ ചെറിയൊരു ചെരിവുണ്ട്, അത് ശ്രദ്ധിക്കുക. ഇതാണ് കറക്റ്റ് മട്ടം. ഈ ഒരു ചെരിവിൽ വേണം നമ്മൾ ആ 20 ഇഞ്ചിൽ മുറിച്ച ആ പീസും ഈ എന്താ പറയുക വീല് ഫിറ്റ് ചെയ്യാനുള്ള പീസുമായിട്ട് വെൽഡ് ചെയ്യേണ്ടത്. അത് ആ പട്ടയിൽ നിന്ന് ജസ്റ്റ് കയറ്റി വെച്ചിട്ട് അതായത് ആ വീലിൻ്റെ മുകളിൽ വീലിൻ്റെ ഹൈറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ചെയ്താൽ മതി. അത് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തെ പീസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം, അതായത് നേരെ ഓപ്പോസിറ്റ് വെക്കണത്. അതായത് ആ ആംഗിൾ നമ്മൾ വെച്ച് വെൽഡ് ചെയ്ത ഭാഗം ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ഭാഗം താഴോട്ടൊന്ന് മുകളിലേക്കണം. അങ്ങനെ തന്നെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് കൂട്ടി വെൽഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലേക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു സൈഡിലേക്ക് ആയ ബുദ്ധിമുട്ടാവും. കാരണം എന്താ വെച്ചാൽ സെൻറ്ററായിട്ട് നമുക്ക് വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് രണ്ട് സൈഡിലേക്കായിട്ട് തന്നെ ചെയ്യാം. അത് കഴിഞ്ഞതായി ഇതുപോലെ വെച്ചിട്ട് ആ സെൻറ്ററിൽ നമ്മളൊരു 14-15 ഇഞ്ച് നീളത്തിൽ മുറിച്ച പീസ് ഉണ്ടല്ലോ, അത് ഇതേപോലെ വെച്ചിട്ട് വെൽഡ് ചെയ്യുക. ജസ്റ്റ് സ്പോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അളവും കാര്യമൊക്കെ ഒന്ന് എടുത്ത് നോക്കുക, വീതിയും കാര്യങ്ങളും മാറിയിട്ടുണ്ടോ, അതേപോലെ ഏതെങ്കിലും സൈഡ് ചെരിവുണ്ടോ അല്ലെങ്കിൽ പിരിഞ്ഞ് നിൽക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കുക. മുഴുവൻ വെൽഡ് ചെയ്ത് പിന്നെ നൂർത്ത് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മുഴുവനായിട്ട് വെൽഡ് ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ വെൽഡ് ചെയ്ത് ഫില്ല് ചെയ്യുക. പിന്നെ നമ്മളൊരു റൗണ്ടിലുള്ള പൈപ്പ്, ചെറിയ വണ്ണം കുറഞ്ഞ പൈപ്പാണ് ബെൻഡാക്കിയിട്ട് ഇതേപോലെ ഹാൻഡിലാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്കിത് വണ്ടി സ്റ്റാൻഡിൽ നടക്കാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണത്. അത് ആവശ്യമൊന്നുമില്ല, വേണ്ടവർക്ക് ചെയ്യാം. ചെയ്താൽ ഒന്നുകൂടി ഉപയോഗിക്കാൻ കുറച്ചുകൂടി സുഖമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ, ഇത് വയർ ബ്രഷ് ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നുള്ളൂ. എന്താ വെച്ചാൽ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ ഭംഗിയേക്കാൾ കൂടുതൽ നമുക്കിത് ബലമാണല്ലോ വേണ്ടത്. ഗ്രൈൻഡ് ചെയ്യുന്നതിൽ അത്രത്തോളം ബലം കുറയും, ഗ്രൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓൾറെഡി കുറച്ച് പ്രൈമറൊക്കെ അതിൻ്റെ മുകളിലുണ്ട്. വേറെ പഴയ പൈപ്പാണ്, നമ്മൾ വേറെ ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്ന പൈപ്പ് ആയതുകൊണ്ട് പ്രൈമറൊന്നും അടിക്കില്ല, ഡയറക്റ്റ് പെയിൻറ്റ് അടിക്കുകയാണ്. അപ്പോൾ പെയിൻറ്റ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ അടിക്കുക. പെയിൻറ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീലൊക്കെ ഫിറ്റ് ചെയ്യാം. ഫോർമാലിറ്റിക്ക് കുറച്ച് ഓയിലൊക്കെ ഇട്ടേക്കാം, അത് വലിയ ഉപയോഗമുള്ളതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അനങ്ങിയുള്ളൂ. വീല് മൊത്തമായിട്ട് കറങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ വീലും കാര്യങ്ങളും ഫിറ്റ് ചെയ്യുക. ജസ്റ്റ് നമ്മൾ ഒരു ബോൾട്ട് ഇട്ടിട്ടുള്ളൂ, കാരണം വീലിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഒരു ബുഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ബോൾട്ട് ഇടണേ ഉള്ളൂ. അതുപോലെ തന്നെ ചെയിനിൽ ലൂബ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 1-2 ആക്സറീസാണ്. സൈഡിൽ വെച്ച് പൊന്തിക്കുന്ന ജാക്ക് ഉണ്ട്, അതുപോലെ തന്നെ ജി റോളർ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുറച്ച് ചെറിയ ഇൻഡസ്ട്രിയൽ വർക്കൊക്കെ ആവശ്യമാവും. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എവിടെയും തുറക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാത്തത്. കഴിയുന്നതും പെട്ടെന്ന് അത് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. സംഭവം പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടോ 2 സൈഡിൽ സ്ലൈഡൊക്കെ ആവുന്നുണ്ട്, അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ വണ്ടി ഒന്ന് കയറ്റി വെക്കാം. പിന്നെ കഴിയുന്നതും ഒറ്റയ്ക്ക് സ്റ്റാൻഡിൽ കയറ്റുമ്പോൾ സൂക്ഷിക്കണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് വണ്ടി പിടിച്ചിരിക്കലും പിന്നെ സ്റ്റാൻഡിൽ കയറ്റലൊക്കെ പാടെ നോക്കുമ്പോൾ ചെറിയ റിസ്ക്കാണ്. സിമ്പിളാണ്, എന്നാൽ കൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് 2-3 കാര്യങ്ങളുണ്ട്. ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ വളരെ എളുപ്പം നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. ഒന്നാമത്തെ കാര്യം വീലാണ്. വീല് നമ്മൾ ആ കുത്തനെ നിൽക്കുന്ന പോസ്റ്റിൻ്റെയും ഫ്ലോറിൻ്റെയും കോർണറിൽ തന്നെ വരണം. ഒന്ന് ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡിൽ കയറ്റാനും ഇറക്കാനും റിസ്ക്കാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന 2 പീസും തമ്മിലുള്ള ആംഗിൾ ഒരു 90 ഡിഗ്രി താഴെ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ഈ നമ്മളെ പാഡോക്കിൻ്റെ വീലിൻ്റെ ബാക്കിലേക്കാണ് ഈ പറയുന്ന വണ്ടിയിലെ വെയിറ്റ് വരുന്ന ഭാഗം നിൽക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ബാക്കോട്ട് നിൽക്കുന്ന ഭാഗം ഫ്ലോറിൽ എപ്പോഴും അമർന്ന് നിൽക്കും. ഈ കാര്യങ്ങൾ അത്യാവശ്യം
ബ്രാൻഡഡ് ആയിട്ടുള്ള പെഡോക്ക് സ്റ്റാൻഡ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ഈ പ്രത്യേകതകളൊക്കെ ഉണ്ടാവും, എന്നാലത് കറക്റ്റ് ഉപയോഗിക്കാൻ നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി പെഡോക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നല്ല സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെഡോക്ക് സ്റ്റാൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.